കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ വേടനെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേടന്റെ വരികളിലൂടെ പറയുന്ന രാഷ്ട്രീയത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ കാണിച്ചു വിടുന്ന ചില പരിപാടികളുണ്ട്. ഈ ചില ആൾക്കാരെന്ന് ഉദ്ദേശിച്ചത് വേടന്റെ വരികളിലൂടെ വേടൻ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് കൊള്ളേണ്ട രീതിയിൽ കൊണ്ടതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഈ കൊണ്ട ആൾക്കാരാണ് വേടനെ ഈ രീതിയിൽ തകർക്കാനെ കൊണ്ട് ശ്രമിക്കുന്നത്. ഇപ്പം പുതിയതായിട്ട് വന്നേക്കുന്ന ഈ ഒരു കേസരി മുഖ്യ പത്രാധിപനായിട്ടുള്ള NR മധു കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം അതിലോട്ട് നമുക്ക് വരാം. അതിന് മുന്നേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആണെങ്കിൽ വേടൻ കഴിഞ്ഞ ദിവസം പോയിട്ടുള്ള ആ ഒരു പ്രോഗ്രാമിന്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ആണെങ്കിൽ ഇൻസ്റ്റയിൽ നല്ല രീതിയിൽ കിടന്ന് ഓടി കളിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ എനിക്ക് ഷെയർ ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആ ഒരു കമന്റ് ബോക്സ് നോക്കുന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പം ആ ഒരു കമന്റ് ബോക്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ അതിനകത്ത് ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഈ NR മധുവിനെ പോലുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് വേടനെ അല്ലെങ്കിൽ വേടനെ തകർക്കണം എന്നുള്ള രീതിയിലോട്ട് വന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിനാണെങ്കിലും അതിൽ 1-2 ബൈറ്റ് അങ്ങോട്ട് പ്ലേ ചെയ്യാം. അവിടെ ആ ഒരു സ്റ്റേജിനകത്താണെങ്കിൽ ആരാധികമാരോ അല്ലെങ്കിൽ ആരാധകരൊക്കെ ആണെങ്കിൽ വേടനെ കാണാനും ഹഗ് ചെയ്യാനും കിസ് ചെയ്യാനും ഒക്കെ കൊടുക്കുക കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെ കമന്റ് ബോക്സ് ഇനി നിങ്ങളെടുത്ത് നോക്കണം. നാണമില്ല ആ പെണ്ണ് കോപ്പ്, ഈ കോപ്പിന് ഹറാമില്ല, അല്ലെങ്കിൽ മുള്ളിയാലും തുമ്പിയാലും ഹറാമ കഞ്ച ഫാൻസ് ഇവൻ ഈ നാട്ടിലെ സുഡാപ്പികളുടെ വെറും വാലാട്ടി പട്ടിയാണ്, ഇവനെ സൂക്ഷിക്കുക. കുറച്ച് നിരവയും ജാതിയും കുത്തിക്കെട്ടുക, പലസ്തീൻ്റെ ഫ്ലാഗ് പൊക്കുക, ഹമാസ് തീവ്ര വണ്ടികളുടെ ഫോട്ടോ പൊക്കുക, കേരളത്തിൽ വൈറലാകാനുള്ള വഴികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമൻറ്റ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇതിലും എത്രത്തോളം വൾഗറായിട്ട് കാണിക്കാവോ അത്രത്തോളം വൾഗറായിട്ടുള്ള കുറേ കമൻറ്റ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതായത് വെളുത്ത നിറമുള്ളൊരു പെണ്ണായതുകൊണ്ടാണ് അങ്ങനെ മാങ്ങാ തേങ്ങ ചക്ക അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ആ ഒരു സ്റ്റേജിൽ ദുൽഖർ സൽമാൻ ആയിരുന്നുവെങ്കിൽ, ദുൽഖർ സൽമാനോ അല്ലെങ്കിൽ ഫഹദ് ഫാസിൽ അതുപോലുള്ള നടന്മാരായിരുന്നു വന്നിരുന്നതെങ്കിൽ നിങ്ങൾ ഈ രീതിയിലുള്ള കമൻറ്റ് കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾ ഇടുമോ? ഇവിടെ വേടനായതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതായത് വർഗീയതയുടെ കുറേ എക്സ്ട്രീം ലെവൽ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കമന്റ് ബോക്സിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമേ. അപ്പോൾ ഈ ഒരു നിറത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഞാൻ മറ്റൊരു വിഷ്വലിലൂടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഇതും വേടനെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധികയാണ്. അപ്പോൾ പുള്ളിക്കാരി ആണെങ്കിൽ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഒരു കിസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ ആ ഒരു ആരാധന കാണിച്ചിട്ട് പോവുകയാണ്. പിന്നെ അതിലെ കമന്റ് ബോക്സ് കുറച്ച് കമന്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. ഒരു കമന്റ് ഞാൻ വായിക്കാം. ആ അഗ്നിപർവ്വതം ഇത് അറിഞ്ഞാലുണ്ടല്ലോ കട്ട പോകാന്നൊക്കെ പറഞ്ഞു, മറ്റേ മോണലോവ ഇതറിഞ്ഞാൽ ഇത് എൻ്റെ ചെറുക്കനാണെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു മൂഡ് ഓഫ് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു കമന്റ് ബോക്സിൽ കാണാൻ പറ്റുമേ. അതിൻ്റെ ഒപ്പം തന്നെ വരുന്ന മറ്റൊരു കമന്റ് ഉണ്ട്. ഈ 2025 കേരളത്തിൽ ജാതി പറഞ്ഞ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ഇവൻ ആരോടോ പൈസ വാങ്ങിയുള്ള കളിയാ, ഇത് വല്ല തമിഴ്നാട്ടിൽ ഗ്രാമങ്ങളിൽ ചിലവാകും, ജനങ്ങൾ ഇതിൽ വീഴരുത്, ഇവൻ ജാതി പറഞ്ഞ് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നു, ഇവന്റെ പുറകിൽ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ലോബി ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ച് കമന്റ്സ് കാണാൻ സാധിക്കും. അതായത് വേടൻ ഈ വഴികളിലൂടെ പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത് എവിടുന്ന പുറകിൽ നിന്ന് കുറേ ലോബിയുണ്ട്, അല്ലെങ്കിൽ വേടനെ പിന്നിൽ ആരൊക്കെ കളിക്കുന്നുണ്ട്, ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ പറയണം. അപ്പം വേടൻ പറയുന്ന വരികൾ ആർക്കൊക്കെ നല്ല രീതിയിൽ കൊള്ളുന്നുണ്ട്. അപ്പോൾ വേടൻ പറയുന്നത് സത്യങ്ങളായതുകൊണ്ടാണ് ഈ രീതിയിൽ ഇവർക്ക് എല്ലാം നല്ല രീതിയിൽ കൊള്ളുന്നത്. അല്ലെങ്കിൽ അവരെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഇത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കുറേ രീതിയിലൊക്കെ വേടൻ ഇപ്പം ഇങ്ങനത്തുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇപ്പം വേടനാണെങ്കിൽ മുൻപ് ആ ഒരു എമ്പുരാൻ്റെ ആ ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ കാരണവന്മാരെന്നൊക്കെ ആയിരുന്നു നമ്മുടെ ഈ ഒരു മുതിർന്ന ഈ ഒരു രാഷ്ട്രീയക്കാരെയൊക്കെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പം വേടൻ ആ ഒരു സ്റ്റാൻഡൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ കൂടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. അനുവദിച്ചു തരുന്ന എല്ലാ നിയമ സംവിധാനത്തിന് താഴെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് ഡോക്ടർ അംബേദ്കറും അയ്യങ്കാളിയൊക്കെയുള്ള കാരണമാണ് നമുക്ക് ധൈര്യമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. നമ്മളെ ഭയങ്കര രാഷ്ട്രീയവാദികളാണ് ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറയുന്ന സമൂഹത്തിനടുത്ത് നമുക്ക് തുറന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് അറിയാം ഇവരാരാന്നൊക്കെ. നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്, ഇവിടെ ജീവിക്കാനുള്ള അധികാരം നമുക്ക് ആരാണ് പതിച്ചെന്നൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ പിള്ളേർ പഠിച്ചിരിക്കണം. നമ്മൾ ആ രാഷ്ട്രീയവാദികളെന്ന് വിളിക്കുന്ന ഈ കിളവന്മാരെ മുന്നിൽ നമുക്ക് വന്ന് നിന്ന് പറയാൻ പറ്റണം ഞങ്ങളും രാഷ്ട്രീയവാദികളാണ്. നമുക്കിത് തുറന്ന് പറയാൻ പറ്റണം. ഞാനും എന്റെ രാജ്യത്തെ നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന പോലെ ഞാനും എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഈ തൊണ്ടകരി പാട്ട് പാടുന്നത്. കേട്ടില്ലേ, നമ്മൾ അരാഷ്ട്രീയവാദികളാണെന്ന് വിളിക്കുന്ന ഈ കിളവന്മാരെന്ന് ഇന്നലകളിലാണെങ്കിൽ കാരണവന്മാരെന്നുള്ള ആ ഒരു റെസ്പെക്ട് കൊടുത്ത് വിളിച്ചപ്പോൾ അവരെന്താണ് ചെയ്തത്? ഇന്നിപ്പം അതിന്റെ ആവശ്യകത ഇല്ല. കാര്യം മര്യാദയ്ക്ക് ഒരു റെസ്പെക്ട് കൊടുത്ത് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ കാരണവരെന്ന് വിളിക്കേണ്ട ആവശ്യമില്ലടേ, കിളവെന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു കിളവനെ, ഒരു മുതുക്ക് കിളവനെയാണ് ഇനി ഒരു വീഡിയോക്കകത്ത് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇവരുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കേസരി മുഖ്യ പത്രാധിപനായിട്ടുള്ള NR മധു ആണ് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ NR മധുവിന്റെ ചെറിയൊരു സംഗീതത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു കാര്യങ്ങൾ പുള്ളി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാൻ സുഹൃത്തുക്കളെ. കമ്മ്യൂണിസ്റ്റ് ഭീകരർ
കൊലനിലമാക്കി മാറ്റിയ കേരളത്തിന്റെ മണ്ണിൽ പിടഞ്ഞു വീണു മരിക്കുന്ന സംഘ പ്രവർത്തകർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു കവിത. ജീവിതത്തിന്റെ വസന്തകാലം സംഘ ആദർശത്തിന്റെ ബലിവേദിയിൽ സമർപ്പിച്ച് നിസ്വരും നിസ്വാർത്ഥരുമായി കടന്നുപോകുന്ന പരശതം പ്രവർത്തകരുടെ ആത്മാവുകൾക്ക് മുന്നിൽ പ്രാർത്ഥനാഭരിതം സമർപ്പിക്കുന്നു ഈ കവിത. മൃതി തൊട്ട ശുദ്ധമാക്കാതെ കാലത്തിന്റെ കനലായി നീറും ബലിച്ചോര നിങ്ങൾ. അരെ വാ, 2025 മികച്ച ഒരു അവരാധി മോനാണ് ഈ പാടിയത്. ഇനി അവരാധി മോനെ വെൽക്കം ചെയ്യാം. ആ ഒരു പ്രസംഗം നമുക്ക് കേൾക്കാം. എന്തൊക്കെയാണ് ഈ അവരാധി മോൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് എന്തായാലും നമുക്ക് കേൾക്കാം സുഹൃത്തുക്കളെ. ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം. ഇന്ന് രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ്. നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇനി മുതൽ ഡിന്നർ നട്ടുച്ചയ്ക്ക് കഴിക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരും രാത്രിയിലുള്ള ഭക്ഷണം ബഹിഷ്കരിക്കുക. രാത്രി ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾ ഇനി കുടിക്കാൻ പാടില്ല കേട്ടോ. അതൊക്കെ ഏത് ഭക്ഷണമാണ്? ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല. കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം, മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം, രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ. അല്ല, ഈ ഹോട്ടലിന്റെ ഒക്കെ മുന്നിൽ കൂടെ പോകുമ്പോഴത്തേക്കിന് ഇതിന്റെ മണം വരുമല്ലോ. അപ്പം അതുകൊണ്ടിട്ട് നല്ല കൊതി തോന്നുകയാണ്. ഇങ്ങനെ കൊതിപ്പിക്കില്ല. ഞാൻ 4 ആൾക്കാരുടെ മുന്നിൽ ഞാനൊരു ഈ പറയുന്ന നോൺ വെജിറ്റേറിയൻ ഒന്നും കഴിക്കാതെ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം നമ്മുടെ ഇമേജിന് കോട്ടം തൊട്ടവിടെ പിടിക്കണമല്ലോ. ഞാൻ ഒളിച്ചുമ്പോഴത്തൊക്കെ കഴിക്കുന്നത്. പക്ഷെ നിങ്ങളിങ്ങനെ ഹോട്ടലൊക്കെ തുറന്നു വെച്ച് ഇങ്ങനെ മണം അടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറി കൊതിമൂത്ത് കഴിച്ചു പോകുമെന്ന് പിന്നെ പറയുന്നതാണ്. നമ്മൾ ഇത് കരിച്ച ശവം കരിച്ചു വെച്ചേക്കുകയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതായത് പച്ചയ്ക്ക് നമുക്ക് കഴിക്കാം. അതായത് ഈ മുതുക്ക് കിളവൻ പച്ചയ്ക്കാണ് ഈ പറയുന്ന മാംസമൊക്കെ ഭക്ഷിക്കുന്നത്. വളരെ മഹത്തരമായിട്ടൊരു കാര്യമാണല്ലേ ആ ഒരു മൃഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കോഴിയുടെ ഒക്കെ ആണെങ്കിൽ ആ ഒരു ശരീരത്തോട് കാണിക്കുന്ന ആ ഒരു റെസ്പെക്റ്റ്, അതിനെ ചുട്ടു പൊള്ളിക്കുന്നില്ല, പച്ചയ്ക്ക് അതുപോലെ ഭക്ഷിക്കുകയാണ് അല്ലേ. നമ്മൾ ഇനി മുതൽ അങ്ങനെ വേണം ചെയ്യാനെ കൊണ്ട്. ഒരു തുള്ളി ഉപ്പ് പോലും അതിൽ ഇടാൻ പാടില്ല. ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ശവവർമ്മയോ? അത് കൊള്ളല്ലോ. പിന്നെ ശ്മശാനം. ഈ അടുത്ത കാലത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ശ്മശാനം എവിടേക്കോ ഒരുങ്ങിയിരിപ്പുണ്ട്. അതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന് പേര്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല. പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. എന്താന്ന്? അല്ല, അങ്ങനെയാണെങ്കിലേ ഈ ഷവർമ്മയുടെ തുടക്കത്തിൽ ശാന്ത് പറയുന്നുണ്ട്. അപ്പം അമിത് ഷായ്ക്ക് ഈ പറയുന്ന മരണങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് നമുക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസിയൊക്കെ വിളിച്ച് എന്തായാലും അന്വേഷിപ്പിക്കേണ്ടതാണ്. അമിത് ഷാ, ആ ഷാ എടുത്താണ് ഷവർമ്മയുടെ ഷാ ചേർത്തേക്കുന്നത്. അത് എത്ര വലിയൊരു ക്രൈമാണെന്ന് നമ്മൾ ആലോചിക്കണം കേട്ടോ. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. ഹിന്ദു എന്നല്ല അവന്റെ പേര് മനുഷ്യനെന്നാണ്. ഇതുപോലെയുള്ള വർഗീയ വിഷങ്ങൾ കുഴിയിലോട്ട് കാഴ്ന്നീട്ടിരിക്കുക ഇന്നോ നാളോ എന്നും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പുറകിൽ നിന്നൊരു തള്ളിക്കൊടുത്ത് ആ കുഴിയിലിട്ടങ്ങ് വെട്ടി മൂടാവോ? ഒരു പ്രശ്നവും ഇല്ല. പരസ്യമായിട്ട് നിന്നിട്ട് ഏതൊരു സ്റ്റേജിൽ നിന്നിട്ടാണ് ഈ പറയുന്ന വിദ്വേഷം അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് പടച്ച് വിട്ടുകൊണ്ടിരിക്കുന്നത്, ഈ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു മനുഷ്യനും ഇല്ലോടെ ഇത് കേട്ടിട്ട് അയാളുടെ ചെബുക്കൽ പുറകെ ഒരെണ്ണം പൊട്ടിക്കാനെ കൊണ്ട് ഇതുപോലത്തുള്ളൊരു വർഗീയ വിഷങ്ങൾ ഇതുപോലത്തെ നമ്മുടെ നാട്ടിലുള്ളത് അവിടെ ഹിന്ദു ആയതുകൊണ്ട് അല്ലെങ്കിൽ ഹിന്ദു ആണെന്നുള്ളത് അപ്പോഴും മനുഷ്യനല്ല അല്ലേ. ഹിന്ദുവിൻ്റെ ഈ പറയുന്ന ജനമ്പളിയിൽ ഓടുന്ന രക്തമാണെങ്കിൽ കാവി കളറും ബാക്കിയുള്ളവൻ്റെ ആണെങ്കിൽ മറ്റു കളറും ഒക്കെ ആണല്ലോ. കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ആള് കൂടാൻ വേണ്ടിയിട്ട്
വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും. കാബറ ഡാൻസ് വെച്ചില്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ഡാൻസ് ഒക്കെ അവിടെ ഇവിടെയുള്ള ചില അമ്പലങ്ങളിലൊക്കെ വെക്കാറുണ്ട്. അത് ഈ പറയുന്ന ഈ മുതുക്ക് കിളവനാണെങ്കിൽ കാണാത്തോണ്ട് അറിയാത്തോണ്ടൊക്കെയാണ്. പിന്നെ ഈ വേടനെ കാണികളെ കൂട്ടാൻ വെച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അല്ലെ ഈ പറയുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഗാനമേള വെക്കാറുണ്ടല്ലോ. അപ്പം ഈ മുതുക്ക് കിളവനാണെങ്കിൽ ഈ കുരു പൊട്ടാറില്ലല്ലോ. അപ്പൊ ഇങ്ങനെ കുരു പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? അതുകൂടെ നമുക്കൊന്ന് അറിയണമല്ലോ. വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ്. ജാതി ഭീകരത അല്ലേ? എല്ലാവരുടെയും പുതിയ യുവത്വത്തിന്റെ മുന്നിലോട്ട് അല്ലെങ്കിൽ അവരുടെ നെഞ്ചിലോട്ട് വിഷം കുത്തി വെക്കുകയാണ് വേടൻ അല്ലേ? താനാണോ മുതുക്ക് കിളവ അബ്രാതി മോനെ, നിങ്ങളാണ് ഇപ്പൊ ഈ പറയുന്ന പോലെ വിഷം ആൾക്കാരുടെ മുന്നിലോട്ട് കുത്തി വെച്ചോണ്ടിരിക്കുന്നത് അല്ലേ? ഹിന്ദു അല്ല അവിടെ മരിച്ചത്, അവിടെ ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നിങ്ങൾക്ക് അവിടെ ഇല്ല. ഷ വർമ്മ, അതായത് ഹിന്ദുവിന്റെ പേരാണ് അവിടെ എടുത്തത്, അതുകൊണ്ടാണ് ഹിന്ദുക്കൾ മരിക്കുന്നത്. എടാ എന്ത് വിവരമുണ്ട്, എന്ത് ബോധമുണ്ടോ തനിക്ക്? ഇത്രയും കുട്ടികളുടെ മനസ്സിലോട്ട് വിഷം കുത്തി നിറക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് വിഷമാണ് നിന്റെയൊക്കെ മനസ്സിലെന്നുള്ള ആലോചിക്കുന്നത് എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികൾ. തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് വേടൻ ഫ്രണ്ടിൽ നിന്ന് പാടുമ്പോഴത്തേക്കിന് ബാക്കി DJ പ്രവർത്തിക്കുന്നത് ഹേമന്താണ്. എനിക്കൊന്ന് ഹേമന്താണ് ആ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തി. അത് ഇടയ്ക്ക് നിങ്ങൾ പരിപാടി കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അത്രയും ആ സ്റ്റേജിലിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് വേടന്റെ പിന്നാമ്പുറത്ത് നിൽക്കുന്നത് ഈ പറയുന്ന പോലെ ഹേമന്താണെന്ന്. പിന്നെ കമ്മിറ്റിക്കാരും ഇടയ്ക്കൊക്കെ പുറകെ ഒന്ന് നിൽക്കാറുണ്ട്. സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ്. അതെ, കൃത്യവും ശക്തവുമാണ്. അന്ന് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥനാണെങ്കിൽ വേടനെ നല്ല രീതിയിൽ ഈ ശ്രീലങ്കയുടെ LTTE അതായത് തമിഴ് പുലി ആ ഒരു തീവ്രവാദ ആണെന്ന് വരുത്താനെ കൊണ്ട് ഇച്ചിരി ശ്രമങ്ങൾ നടത്തി. അതായത് ഇവരുടെ വേടന്റെ അമ്മയ്ക്കാണെങ്കിൽ ഒരു ശ്രീലങ്കൻ ബന്ധമുണ്ട്, അതുമായിട്ട് കുറച്ച് അന്വേഷണങ്ങൾ നടക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ശ്രമിച്ചിരുന്നു. അപ്പം ഈ വിഷവിത്തും പറയുന്നത് വേടന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്നുള്ള സാധനങ്ങളൊക്കെ. കാര്യം വേടനെ എങ്ങനെയെങ്കിലും തകർക്കണം. കാര്യം വേടൻ ഇതിനകത്തൂടെ പറയുന്ന രാഷ്ട്രീയങ്ങൾ നല്ല രീതിയിൽ ഇവർക്ക് പൊള്ളുന്നുണ്ട്. അവിടെ വേടൻ വന്നത് കൊണ്ടോ അല്ലെങ്കിൽ വേടനെ കാണാൻ കൊണ്ടോ ആൾക്കാർ കൂടുന്നൊന്നും അല്ല ഇവിടെ പ്രശ്നം. അവിടെ വേടൻ വരുന്നതാണ് ഇവർക്ക് പ്രശ്നം. കാരണം വേടൻ വന്നു കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രീയം പറയും വരികളിലൂടെ അല്ലേ? അത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് പൊള്ളും? ഈ ആരെക്കുറിച്ചാണോ പറയുന്നത് അവന്മാർക്ക് പൊള്ളും. അതിൽ ഏറ്റവും വലിയൊരു വർഗീയ വിഷമാണ് ഈ മുതുക്ക് കിളവൻ. പുറകിലാണെങ്കിൽ ശിവന്റെ ഫോട്ടോ ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ശിവന്റെ പാർവതിയുടെ ഒക്കെ ഫോട്ടോ ഇരിപ്പുണ്ട്. ഇയാൾ വലിയൊരു ഭക്തനല്ലേ? അപ്പം എനിക്കങ്ങനെ വിശ്വാസങ്ങളായിരുന്നുള്ളൊരു വ്യക്തിയില്ല. പക്ഷേ ഈ വിശ്വസിക്കുന്ന ഒരാൾ ആ ഒരു ദൈവത്തിന്റെ മുന്നിൽ നിന്നിട്ടാണ് ഇത്തരത്തിലുള്ള വേഷങ്ങളൊക്കെ ആണെങ്കിൽ തുപ്പിക്കൊണ്ടിരിക്കുന്നത്. എത്ര മഹത്തരമായിട്ടിരിക്കുന്നത് അല്ലേ? അത്തരം കലാഭാസങ്ങൾ നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. കേട്ടില്ലേ? കലാഭാസം അത് നമ്മൾ ചെറുത്ത് നിൽക്കേണ്ടതാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ആ സ്റ്റേജിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വേദിയിലിരിക്കുന്ന ആരുടെ അടുത്താണോ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ ഓഡിയൻസിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവരിത് ആദ്യം ചേർത്ത് നിൽക്കേണ്ടത് തന്നെ പോലുള്ള അല്ലെങ്കിൽ നിന്നെ പോലുള്ള മുതുക്ക് കിളവന്മാരായിട്ടുള്ള ഇത്തരം വേഷങ്ങളെയാണ് അല്ലേ? വേടൻ വിദ്വേഷം പ്രകടിപ്പിക്കുകയാണ്. അയ്യോ എൻ്റെ പൊന്നടാ, താൻ എന്തിൻ്റെ മുഖ്യ പത്രാധിപനാണ്. എന്ത് ലെവലേഷൻ ബോധമുണ്ടോ ഇയാൾക്കൊക്കെ? ഇയാൾ പറഞ്ഞേക്കുന്ന ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർ പൊക്കി പിടിച്ചോണ്ട് വരുന്നുണ്ട്. അയാൾ പറഞ്ഞത് നല്ല കാര്യമാണ്, അയാൾ പറഞ്ഞതാണ് സത്യം. ഈ പറഞ്ഞ വേടൻ അങ്ങനൊരു അല്ലെങ്കിൽ ഈ ഒരു ജാതി തീവ്രവാദിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളെ സപ്പോർട്ട് ചെയ്ത് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അതായത് വേടൻ പറയുന്നത് സമൂഹത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക് കൊള്ളുന്നുണ്ട്. ആരെങ്കിലും ആ കുഴിയിലോട്ട് കാര്യം നീട്ടിയിരിക്കുക മുതുകളെ ആരും പുറകിൽ നിന്നൊരു തള്ളിയിട്ട് കൊടുത്തിട്ട് വെട്ടി മൂടറേ തീരട്ടെന്ന്. എന്തിനാണ് ഇങ്ങനത്തെ വിഷങ്ങളൊക്കെ നമ്മുടെ ഭൂമിക്ക് വേണ്ടി ഭാരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? നീയുള്ള തലമുറയ്ക്ക് ആവശ്യമുള്ളത് നിന്നെ പോലുള്ള വിഷങ്ങളെ അല്ല, മനുഷ്യനായിട്ട് തന്നെ കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ജാതിയുടെ മതത്തിന്റെ വർണ്ണ വിവേചനങ്ങളുടെ ഒന്നും അതിർവരമ്പുകളില്ലാതെ മനുഷ്യനായിട്ട് മാത്രം കാണാനും സ്നേഹിക്കാനും പറ്റുന്ന ഒരു തലമുറയാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത്. അവിടെ നിന്നെ പോലുള്ള ഇത്തരം പുഴുക്കുത്തുകൾക്ക് സ്ഥാനമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തിനാണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.